ഇത് വീഡിയോയിൽ കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും. അത് എല്ലാവരും ക്ഷമയോടെ കാണും. തങ്ങളെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന നബിയുടെ പരമ്പരയിൽപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ചൂലും കെട്ടിന് ചാണാമുക്കിയ ചൂലും കെട്ടിന് ഇവറ്റകളൊക്കെ അടിച്ചു ഓടി. നിങ്ങൾ പോണം, കിണറൊക്കെ അടിച്ചങ്ങോട്ട് പൊളിക്കണം, ചെരിപ്പൂരി അടിക്കണം. നിങ്ങൾ കേട്ടോ, ഏതോ ഒരു ഭീകരജീവി അതല്ലെങ്കിൽ ഏതോ ഒരു തീവ്രവാദി വന്നു എന്ന് തോന്നുന്നുണ്ട്. ഈ പരിസരത്തുള്ള ഈ പറയുന്ന ആറ്റക്കോയ തങ്ങൾ വഖഫ് ആറ്റക്കോയ വീട്ടിൽ നിങ്ങൾ പോണം, പോയിട്ട് ആ കിണറൊക്കെ അടിച്ചങ്ങോട്ട് പൊളിക്കണം. ടെററിസം ഉണ്ട്. ഒന്ന് കൊല്ലണം, രണ്ടാമത്തത് അദ്ദേഹം പറയുന്നു അടിച്ചു പൊളിക്കണം. ഇനി എന്താ പറയണ? ഇയാളെയൊക്കെ തങ്ങളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കുന്നവനെ ചെരിപ്പൂരി അടിക്കണം. അത് കുറച്ച് അഹങ്കാരായിരുന്നു മോനെ. തങ്ങളെന്ന് വിളിച്ചാൽ വിളിച്ചവനെ ചെരുപ്പൂരി അടിക്കണം. ഞാൻ തങ്ങളെന്നാ വിളിക്കുന്നത്. ചെരുപ്പ് ഊരാൻ സമയം കിട്ടൂല കാക്കാന്റെ കുട്ടിക്ക് കേട്ടാ. ചെരുപ്പ് ഊരണം എന്ന് നീ ചിന്തിക്കുമ്പോഴേക്കും നീ നിലത്ത് വീഴും. സംശയം ഉണ്ടെങ്കിൽ വാ, നമുക്കത് പരീക്ഷിച്ച് നോക്കാം. ഇനി എന്താ പറയുന്ന നോക്കാം. പിന്നെ എടാ, ഇനി ഈ പുള്ളി തങ്ങളാകുന്നതിന് മുമ്പ് ഓട്ടോ ഓടിച്ചോണ്ടിരുന്ന പുള്ളിയാണ്. വേറെ ഒരാൾ കൂടി ഉണ്ടല്ലോ, ഇപ്പൊ ചക്കിക്കൊത്ത ശങ്കരനായി. ഇവരെ നമുക്ക് തൽക്കാലം ഒരാളെ നോളയെന്നും മറ്റൊരാളെ ഊളയെന്നും വിളിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, സോഷ്യൽ മീഡിയ തുറന്നാൽ നമുക്ക് ഏവർക്കും കാണാൻ സാധിക്കുന്ന നൂറെ ഹബീബെ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും ആ വിവാദങ്ങൾക്ക് കാരണം എന്തിനു വേണ്ടിയാണ് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ പച്ചയിറച്ചി കൊത്തിവലിക്കാൻ വേണ്ടി ഈ കഴുകന്മാർ വെമ്പുന്നത് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. തങ്ങളെന്നൊക്കെ വിളിക്കുകയാണെന്നുണ്ടല്ലോ, ഞാൻ എന്താ പറയുന്നത്, തങ്ങളെന്നൊന്നും വിളിക്കാൻ പാടില്ല. റമദാൻ ആയതുകൊണ്ട് നമ്മൾ അത് വേറെ ഭാഷയിൽ പറയുന്നില്ല എന്ന് മാത്രം. അപ്പോ റമദാൻ മാസം അല്ലായിരുന്നെങ്കിൽ വേറെ ഏതോ നമുക്കൊന്നും അറിയാത്തൊരു ഭാഷയായിരുന്നു ഇദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. റമദാൻ ആയത് നമ്മുടെ നാട്, കാരണം ഇയാൾ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നല്ലോ. ഇനി അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ തന്നെ 3 തവണ അദ്ദേഹം തങ്ങളെ അടിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച്, അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു ചാനലുണ്ട്, അതിൽ അദ്ദേഹത്തെ പിന്തുടരുന്ന കുറച്ച് ആളുകളുണ്ട് എന്ന് കരുതി പച്ചയായി ജനങ്ങളോട് കലാപത്തിന് ആഹ്വാനം ചെയ്യുക, അതല്ലെങ്കിൽ ഒരു മനുഷ്യനെ അടിക്കാൻ ആഹ്വാനം ചെയ്യുക. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് നിന്നെ വെല്ലുവിളിക്കുന്നു, ആർജവമുണ്ടോ നീ പറഞ്ഞത് ചെയ്തു കാണിക്കാം. തന്റെ സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട്, അതല്ലെങ്കിൽ കാറിന്റെ ഗ്ലാസുകൾ പൊക്കിപ്പിടിച്ച് ഒരു ഊളക്കൊപ്പം മറ്റൊരു നോളയെ പിടിച്ചിരുത്തിക്കൊണ്ട് തനിക്ക് പല വീമ്പുകളും പറയാൻ സാധിക്കും. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, മറ്റുള്ളവർ പിടിച്ചതെല്ലാം വെറും മൊട്ട എന്ന് ചിന്തിക്കുന്ന നിന്റെ അല്പയുക്തിയെ തുറന്നു കാണിക്കുകയാണ്. നബിയുടെ പരമ്പരയിൽപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നബിയുടെ പരമ്പരയിൽപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴേക്ക് അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. നബിയുടെ പരമ്പരയിൽപ്പെട്ട ആള് നബിയുടെ പരമ്പര എന്ന് തന്നെയാണ് സുഹൃത്തെ പറയുന്നത്. ആണേ, ഇനി നിനക്ക് സംശയമുണ്ടെങ്കിൽ തങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ട്. നബിയുടെ പരമ്പരയിൽപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട തങ്ങൾ തന്നെയാണ്. അത് താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ തങ്ങളുടെ വീട് നിൽക്കുന്ന മേലെ കൊടക്കാട് എന്ന സ്ഥലത്ത് അവിടെ വർഷങ്ങളായി സ്ഥിരതാമസമാക്കിയ ജനങ്ങളോട് താങ്കൾക്ക് അന്വേഷിക്കാം. നമ്മക്കവിടെ അതൊക്കെ അന്വേഷിക്കാൻ നേരല്ലേ. നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും എന്തെങ്കിലും വീഡിയോയുടെ കഷ്ണങ്ങൾ കിട്ടിയാൽ അത് കൂട്ടിയടിച്ചിക്കാണ്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കി തങ്ങളെ വിളിക്കുക, തങ്ങളെ വാപ്പാനെ വിളിക്കുക, പിന്നെ അടിക്കാൻ പറയാം, കലാപത്തിന് പറയാം. ഇതൊക്കെ തന്നെയാണല്ലോ. അല്ലാതെ തങ്ങൾ ഒരു തെറ്റ് ചെയ്തു എന്ന് തെളിയിക്കാൻ എന്ത് രേഖയാണ് താങ്കളുടെ കൈവശം? ചാണാമുക്കിയ ചൂലും കെട്ടിന് ഇവറ്റകളൊക്കെ അടിച്ചു ഓടിക്കണം. തീർച്ചയായിട്ടും ചാണകം മുക്കിയ ചൂലും കെട്ടേക്ക് അടിക്കാൻ വരുന്നവരാണ് ഈ മഹാൻ. നീ ബാക്കിയും കൂടി കേൾക്കാം. തീർച്ചയായിട്ടും ഈ പരിസരത്തുള്ള ഈ പറയുന്ന ആറ്റക്കോയ തങ്ങൾ, വഖഫ് ആറ്റക്കോയ തങ്ങൾ അല്ലെ നൂറെ ഹബീബി, വഖഫ് ആറ്റക്കോയ തങ്ങളല്ല, സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ. എടാ കുതിര, ആദ്യം അന്വേഷിക്കും പേരെന്താ. വീട്ടിൽ നിങ്ങൾ പോണം, പോയിട്ട് ആ കിണറൊക്കെ അടിച്ചങ്ങോട്ട് പൊളിക്കണം. ആ കിണറൊക്കെ അടിച്ചങ്ങ് പൊളിക്കണം. എന്റെ വാപ്പുണ്ടാക്കി വെച്ചാണല്ലോ അവിടെ കിണറ് അടിച്ചു പൊളിക്കാനേ. ഇങ്ങോട്ട് വാ പൊളിക്കാൻ.
പിന്നെ ഈ നോള ഒരു ഊളയെ കൊണ്ടിരുത്തിട്ട് തങ്ങൾ എന്നാൽ എന്ത്, തങ്ങളായാൽ എന്തായിരിക്കണം എന്നൊക്കെ നമുക്ക് പഠിപ്പിക്കാം. കേട്ടോളിട്ടോ, തങ്ങള് പുതിയ നിർവചന, തങ്ങളുടെ നിർവചനം. തങ്ങളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കുന്നവനെ ചെരിപ്പൂരി അടിക്കണം. തീർച്ചയായിട്ടും അടിക്കണം. പിന്നെ അത് നേരത്തെ ഞാൻ പറഞ്ഞു, തങ്ങളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചവനെ ചെരുപ്പൂരി അടിക്കണം. ഞാൻ തങ്ങളെന്നാ വിളിക്കുന്നത്, ഇനി ഞാൻ തങ്ങളെ തന്നെ വിളിക്കുള്ളൂ. കാലാകാലം മുമ്പും തങ്ങളെ എന്ന് വിളിച്ചിട്ടുള്ളൂ, ഇപ്പോഴും തങ്ങളെ എന്ന് തന്നെ വിളിക്കുന്നത്, ഇനിയും ഞാൻ തങ്ങളെ തന്നെ വിളിക്കാം. ഇത് ചെരുപ്പൂരി അടിക്കാൻ ഇടുവാ, അതിന്റെ ഉണ്ടപ്പൊരി കുറച്ച് ക്രിക്കറ്റ് കളിക്കും. സംശയം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇടുവാട്ടാ. ഇനി നിർവചനം കേൾക്കാം. മറ്റേ ആളത് ആകുന്നതിന് മുമ്പ് ഓട്ടോ ഓടിച്ചോണ്ടിരുന്ന പുള്ളിയാണ് ഈ മനുഷ്യൻ. ഈ മനുഷ്യൻ മലപ്പുറത്ത് ഓട്ടോ ഓടിച്ചോണ്ടിരുന്ന പുള്ളിയാണ്. കേട്ടോ, ഇവന്റെ ബാപ്പയാണ് ഓട്ടോ വാങ്ങിക്കൊടുത്തത്. ഈ പറഞ്ഞില്ലേ, ഇത് കണ്ടില്ലേ, ഊളയുടെ ബാപ്പ തങ്ങൾക്ക് ഓട്ടോ വാങ്ങിക്കൊടുത്തു ഓടിക്കാൻ. ഈ മനുഷ്യൻ മലപ്പുറത്ത് ഓട്ടോ ഓടിച്ചോണ്ടിരുന്ന പുള്ളിയാണ്. മലപ്പുറത്ത് അത് വരെ അറിയില്ല. ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ വയനാട്ടിൽ നിന്നാണ്. ഇവൻ പറയുന്നത് മലപ്പുറത്ത് ഓട്ടോ ഓടിച്ചോണ്ടിരുന്ന പുള്ളിയാണ്. കേട്ടോ, അങ്ങനെ പുള്ളിക്ക് പെട്ടെന്ന് എന്താ ഉപ്പാപ്പ വന്ന് രാത്രി എന്താ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് പുള്ളി തങ്ങളായതാണ്. അതുവരെ മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാതെ പോയാലെടുത്തെങ്ങായി. കുറച്ചെങ്കിലും ബുദ്ധിന്റെ തന്നെ എന്ത് വിളിക്കേനി, മന്ദബുദ്ധിയിലും വിളിക്കേനി. ഇതൊന്നും ഇല്ലാത്തവൻ എന്താ വിളിക്കുക? 1000 തങ്ങന്മാർക്ക് ഉസ്താദാവാം, എന്നാൽ ഒരു ഉസ്താദിന് പോലും തങ്ങളാവാൻ പറ്റില്ല കേട്ടാ. അത് പഠിച്ചു വെച്ചോ. അതിനെന്താവണം? റസൂലിന്റെ പരമ്പരയിൽ ജനിക്കണം. സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ പിതാവിന്റെ പേര് സയ്യിദ് ആറ്റക്കോയ തങ്ങൾ എന്നാണ്. അതിന്റെ അർത്ഥം തങ്ങളാണെന്ന് തന്നെയാണ്. ഇപ്പൊ ഉമ്മാന്റെ കാര്യത്തിൽ സംശയം ഉണ്ടോ? ഉമ്മാന്റെ പേര് ആറ്റബീവി എന്നാണ്. ആറ്റബീവിന് മറവ് ചെയ്ത സ്ഥലം ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കൊടക്കാട് ജമാഅത്ത് പള്ളിയുടെ വലത് ഭാഗത്തായി സാദാത്യങ്ങൾ മാത്രം മറവ് ചെയ്യുന്ന ഒരു പ്രത്യേക ഏരിയ ഇങ്ങനെ കെട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഷീറ്റൊക്കെ മേഞ്ഞിട്ട്. അവിടെ ഒന്ന് പോയി നോക്കിയുണ്ട്. നമുക്ക് ആകെ അറിയാവുന്നത് ശിഹാബ് തങ്ങളുടെ പരമ്പരയാണ്. അതാണ് തെറ്റുപറ്റിയത്. ഇവർക്ക് ആകെ അറിയുന്നത് എന്താണ്? ശിഹാബ് തങ്ങളെ പരമ്പരയാണ്. നമ്മുടെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പരമ്പരയാണ്. സനദില്ലാത്ത ഒരുപാട് തങ്ങന്മാരുണ്ട് കേരളത്തിൽ. ഒരുപാട് തങ്ങന്മാരുണ്ട് സനത് എഴുതി വെക്കാത്ത. ഈ സനത് എഴുതി വെക്കാത്ത ആളുകളൊന്നും തങ്ങന്മാരല്ല എന്നാണ് ഇത് പറയുന്നത്. നീ പറയുന്ന ആളുകൾ മാത്രം തങ്ങന്മാര്, ബാക്കിയുള്ള ആളുകളും തങ്ങന്മാരല്ല എന്നാണ്. അങ്ങനെ വാദമുണ്ടോ? തങ്ങളെന്ന് പറയുമ്പോൾ ഖുർആൻ മനപ്പാഠമാക്കി പഠിച്ച് മറ്റുള്ളവർക്ക് നല്ല കാര്യം. ഇനി ഇവൻ പറയുന്ന മറ്റൊരു കാര്യം, തങ്ങളെന്ന് പറഞ്ഞാൽ എന്തൊക്കെ യോഗ്യത വേണമെന്നാണ് ഇവൻ പറയാൻ പോകുന്നത്. കേട്ടോളിട്ടാണ്. ഇനി ഇവൻ പറയുന്ന കാര്യങ്ങൾ ഇല്ലാത്തവരും തങ്ങന്മാരല്ല. ഇന്ന് മുതൽ ഇറങ്ങാൻ പോണ നിയമം അപ്പൊ പാസ്സാക്കും. തങ്ങളെന്ന് പറയുമ്പോൾ ഖുർആൻ മനപ്പാഠമാക്കി പഠിച്ച് മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നത് എന്താണെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ലേ പുള്ളിയുടെ പോക്ക്. സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളെ ഖുർആൻ മനപ്പാടാക്കിയിട്ടില്ല. അദ്ദേഹത്തിന് ഇൽമു കുറവാന്ന് അദ്ദേഹം പല വേദികളിലായി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കാൻ ക്ഷമ വേണം, അത് നല്ല മനസ്സ് വേണം. അത് നിൽക്കില്ലല്ലോ. അതുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് തല്ലണം, കൊല്ലണം, ഉഗ്ഗലിത്തണം എന്നൊന്നും പറയില്ലല്ലോ. ആദ്യം ഇത് അതൊക്കെ പഠിച്ചു വാ. എന്നോട് പറയാൻ എന്താണ്, നീ ഇതിൽ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ നിന്റെ തുണക്കാരൻ ഊളയുടെ തുണക്കാരൻ നോള, ഇവർ രണ്ടുപേരും ഉന്നയിക്കുന്ന കുറച്ച് ആക്ഷേപങ്ങളുണ്ട്. പഠിച്ച് മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് അതെ, സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾക്ക് ഇൽമു കുറവാണുള്ളൂ. അദ്ദേഹം പറയുന്നത് നല്ല കാര്യങ്ങളാണ്. കേൾക്കണം. കേൾക്കാനുള്ള കാതും മനസ്സും വേണം. ഇന്നാ നിനക്ക് തിരിയും. അല്ലാതെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒരു മുറിക്കഷ്ണം എടുത്ത് കൊടുക്കുന്നു കണ്ട് അത് പ്ലേ ചെയ്ത് അവിടെയും ഇവിടെയും കട്ട് ചെയ്ത് നടുവിന്റെ കുറച്ച് ഭാഗത്ത് തങ്ങൾ അങ്ങനെ ചെയ്തു, തങ്ങൾ ഇങ്ങനെ ചെയ്തു, തങ്ങൾ മലമറിച്ചു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നീ എന്താണ് പറയുന്നത് എന്നെങ്കിലും നീ മനസ്സിലാക്കണം. നീ പറയുന്ന കാര്യത്തിനെ കുറിച്ച് നിനക്കൊരു ജ്ഞാനമാണ്. ഒന്നുമില്ല. എന്താണെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ലേ പുള്ളിയുടെ. നമ്മളെ കുറ്റാണല്ലോ ഇതെന്താണെന്നൊരു പിടുത്തം കിട്ടില്ല. നമ്മളെ കുറ്റാണോ? അതൊരു പിടുത്തം കിട്ടാൻ കുറെ നാളായിട്ട് പുള്ളി ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അതിനെതിരെ പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ കേട്ടാ എല്ലാവരും വിചാരിക്കും അമ്പാ യുവന്മാരാണ് ഇവിടെ തങ്ങന്മാരെ നിർണ്ണയിക്കുന്നത്, തങ്ങൾ സനത്ത് കൊടുക്കുന്ന ആളുകളാണ് കേട്ടു. ഇനി ഇവൻ പറയണ വേറെ കുറച്ച് കോമഡികളുണ്ട് കേട്ടോ. ഇതിനകത്ത് പറയാനില്ലേ, ആ കൊടിമരത്തെ കുറിച്ചിട്ട് എനിക്ക് അറിയത്തേ ഇല്ല. അതെ, അറിയത്തേ ഇല്ല എന്ന് തങ്ങൾ പറഞ്ഞു. അത് കൊടിമരത്തെ കുറിച്ച് അറിയത്തേ ഇല്ല എന്ന് തന്നെ പറഞ്ഞത്. കൊടിമരത്തിൽ പൈസ ഇട്ടതിനെ കുറിച്ച് എനിക്കറിയില്ല എന്നാണ് തങ്ങൾ പറഞ്ഞത്.
അല്ലാതെ കൊടിമരത്തെ കുറിച്ച് അറിയില്ല തങ്ങൾ പറഞ്ഞത് അനക്കം തെളിയിക്കാൻ പറ്റും. ഇത് വായ തോന്നിയത് ആദ്യത്തെ പാട്ട് അങ്ങനെ ചൊല്ലുണ്ടല്ലോ, അതെന്ത് കോതക്ക് പാട്ട്, വായി തോന്നുന്നത് കോതക്ക് പാട്ട്. അങ്ങനെ ഇതെന്തെങ്കിലും ഇങ്ങനെ ചലിച്ചാലേ സത്യമാവോ? ആദ്യം തങ്ങൾ എന്താ പറഞ്ഞതെന്നേലും മനസ്സിലാക്കണ്ടേ? ഇത് കട്ട് ചെയ്ത് വീഡിയോ ഇറക്കുന്ന ആളല്ലേ, അപ്പൊ അതെങ്കിലും ഒന്ന് മനസ്സിലാക്കി പറയണ്ടേ സുഹൃത്തെ. ഇവനെയൊക്കെ സത്യം പറഞ്ഞാണ്ടല്ലോ നല്ല ആൺകുട്ടികൾ കയറി നല്ല അടി അടിക്കണം. അപ്പൊ ഇതാണല്ലേ, ഇതറിയാനിട്ട് ചോദിക്കും. ഇത് ബാക്കിയുള്ള ആളുകളോട് അടിക്കണം, അവിടെ നാട്ടുകാർ പോയി മരിക്കണം എന്നൊക്കെ പറയണ്ടല്ലോ. അനക്ക് വന്ന് ചെയ്തുകൂടെ? ധൈര്യമില്ല? ഉണ്ട്, ധൈര്യം ഉണ്ടാവും ഉണ്ടെങ്കിൽ വാ. അതല്ല, സ്നേഹത്തോടെ എന്താണ് അവിടെ നടക്കുന്നത്? ചൂഷണമാണോ, ചികിത്സയാണോ, വരുന്ന ആളുകൾക്ക് അതിന് ഗുണമുണ്ടോ, തങ്ങൾ സാമ്പത്തികമായി ജനങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാനാണെങ്കിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ആരും ഒന്നിനും പ്രശ്നത്തിനൊന്നും വരില്ല. നമുക്ക് അവിടെ ഇരുന്ന് തങ്ങളോട് നേരിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ താങ്കൾ അവിടെ ഒരു ദിവസം നിൽക്ക്, ചികിത്സ ഒരു ദിവസം അവിടെ നിൽക്ക്, എന്നിട്ട് അവിടെ എന്താ നടക്കുന്നത് എന്ന് കണ്ട് മനസ്സിലാക്കണോ. അങ്ങനല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ മമ്മൂട്ടിക്ക് അസുഖാന്ന് പറഞ്ഞു കേൾക്കണല്ലോ. മമ്മൂട്ടിക്ക് അസുഖമാണ് എന്നൊരു ചാനൽ റിപ്പോർട്ട് ചെയ്തു. ചാനലിന്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കില്ല. ഇവനതിന് ഹാലിളകി. ഇവരും മമ്മൂട്ടിക്ക് അസുഖം വരില്ലേ? മമ്മൂട്ടി എന്താ മനുഷ്യനല്ലേ? ഇവന്റെ ഇന്നത്തെ വീഡിയോ അതാണ്. അത് കണ്ടപ്പോഴാണ് ഞാൻ ഇതൊന്നും കയറി നോക്കി. അപ്പോഴല്ലേ ഇതിലിങ്ങനെ മൂപ്പര് അട്ടിക്ക് വെച്ചിക്ക. ഇനി ബാക്കിയും കൂടി കേട്ടോ, കുറച്ച് കാര്യങ്ങളും കൂടി നല്ല പടപടക്കണം. അപ്പൊ ഇവനെയൊക്കെ തല്ലി കൊല്ലണം. നമ്മൾ നേരിട്ട് വിളിച്ചാൽ പടച്ചം കേൾക്കത്തില്ലേ? ഇപ്പോ ഇതിലെ നോള പറഞ്ഞൊരു കാര്യം, നമ്മൾ നേരിട്ട് വിളിച്ചാൽ പടച്ചം കേൾക്കത്തില്ലേ? ഇതാണ് ഇവരുടെ പ്രശ്നം. മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു പ്രശ്നം മറ്റേ ആൾ പറയട്ടെ. വേറെ പറഞ്ഞു നോളെ അത് കൂടെ എനിക്ക് രണ്ടാളി മാറിപ്പോകും. ഇനി അടുത്ത ആൾ പറയണേ കേട്ടോ. ഒരാൾ പറഞ്ഞു നമ്മൾ നേരിട്ട് വിളിച്ചാൽ പടച്ചം കേൾക്കത്തില്ല. ഇനി അടുത്ത ആൾ എന്താ പറയാൻ നോക്കാം. പുള്ളി ടാക്സി ഒക്കെ ഓടിച്ചിട്ടുള്ള വ്യക്തിയാണെന്നൊക്കെ ഓട്ടോ ഓടിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ പറയുന്നുണ്ട്. എടാ പറഞ്ഞു എന്ന് പറയുന്നത് ടാക്സി ഓടിച്ച വ്യക്തിയാണോ? ആണെങ്കിൽ ഇന്ന വർഷം ഇന്ന വണ്ടി അദ്ദേഹം ഓടിച്ചിരുന്നു, ഇത്ര കാലഘട്ടത്തില് ഇന്ന സ്റ്റാൻഡിലായിരുന്നു ആ വണ്ടി കടന്നിരുന്നത് എന്ന് പറയാൻ പറ്റൂലേ? അത് തെളിയിക്കുങ്ങളെ. അതിനൊക്കെ തങ്ങളിങ്ങനെ വെല്ലുവിളിക്കണേ. ഞങ്ങളുടെ നമ്മളെ മുത്ത് തങ്ങൾ പറയണ നോക്കുന്നു. അത് കേട്ടിട്ട് മറുപടി പറയട്ടെ. അതിന് പറയുന്നവര് വെല്ലുവിളിക്കുകയാണ്. ഞാൻ എവിടെയെങ്കിലും ഒരു ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തതായിട്ട് നിങ്ങൾ എനിക്ക് തെളിയിച്ചു തന്നാൽ, ഒരു ഓട്ടോ ഡ്രൈവറായോ ഒരു ടാക്സി ഡ്രൈവറായോ. പിന്നെ മറ്റൊരു പ്രശ്നം എന്താ നോക്കാം. അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ പുതിയ തട്ടിപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറെ സ്വർണ്ണപ്പെട്ടി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. സ്വർണ്ണമാണോ ഇല്ലോ നമുക്ക് അറിയത്തില്ല. ആൾക്കാർ കൊടുക്കുന്നതാണെന്നാ പറഞ്ഞത്. എത്തിമക്കളെ വിവാഹം കഴിച്ച് വിടാൻ വേണ്ടി. കണ്ടോ, ആൾക്കാർ കൊടുക്കുന്നതാന്നാ പറഞ്ഞത്. സാഹിബിന് ഉറപ്പില്ല അത് ആളുകൾ കൊടുത്തതാണോ തങ്ങൾ തട്ടിപ്പറിച്ചതാണോ അല്ലേ? ഉറപ്പില്ലാത്ത കാര്യം പറയാൻ പാടില്ല. റമളാനാണ്. ഇങ്ങനെ നിരത്തി വെച്ചിട്ട് പറയുന്നത് ഇത് കണ്ട, ഇതൊക്കെ എനിക്ക് എന്റെ മുത്തുമണികൾ അല്ലെ, മുത്തുമണികൾ. അതെ, മുത്തുമണികൾ. നൂറെ ഹബീബിന്റെ ശക്തി അതാണ്. നൂറെ ഹബീബിന്റെ അടിത്തറ അതാണ് മുത്തുമണികൾ. തങ്ങൾ മുത്തുമണികൾ എന്ന് വിശേഷിപ്പിക്കുന്ന നൂറെ ഹബീബിലെ അഡ്മിന്മാർ, അതല്ലെങ്കിൽ നൂറെ ഹബീബിലെ അംഗങ്ങൾ, മുത്തുമണികൾ തരുന്നതാണ്. അതായത് പാവം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഓരോ പാവങ്ങളില്ലേ, അവരൊക്കെ പണം കൊണ്ടുവന്നിട്ട് ഈ അവരുടെ ഭാര്യമാര് കൊണ്ടുവന്നിട്ട് ഈ പൊട്ടക്കിണറ്റി കൊണ്ടുവന്നിട്ട് കൂട്ടി കേട്ടല്ലോ. ഗൾഫിൽ കിടന്ന് പണം സമ്പാദിക്കാൻ പോയ ആളുകളൊക്കെ ഭാര്യമാരെ ഇവിടെ കൊടുത്തിട്ട് പൊട്ടക്കിണറ്റിൽ കൊടുത്തിട്ടുക. ഇവർക്ക് രണ്ടാക്കും മാത്രം ഭയങ്കര ബുദ്ധിയാണ്. കാരണം ഇവരിത് സങ്കല്പിച്ചതാണ്. ഇത് സാങ്കല്പിക ലോകത്ത് കഴിയുന്ന രണ്ട് എന്താ പറയാ വിവരിക്കാൻ കഴിയാത്ത രണ്ട് തരം ജീവികളാണ്. അവര് പറയാ ഗൾഫില് ജോലി ചെയ്യുന്ന ആളുകളെ ഭാര്യമാരെ കൊടുത്ത് ഇങ്ങനെ ഇടുക. അവിടെ വന്ന ആളുകളൊക്കെ പ്രവാസികളുടെ ഭാര്യമാരാണ്. ഇവന്റെ വഹിയാണ്. അങ്ങനെ മനസ്സിലാക്കിയ പ്രവാസികൾ ഒരിക്കലും കുറ്റം പറയില്ല. പ്രവാസികൾ നന്നായി സഹായിക്കുന്ന ആളുകളാണ്. തങ്ങളെ നന്നായി സഹായിക്കുന്ന ആളുകൾ തന്നെയാണ് പ്രവാസികൾ. പക്ഷേ ഇവിടെ പാവപ്പെട്ട ആളുകളുണ്ട്, പൈസ ഉള്ള ആളുകളുണ്ട്. അവരൊക്കെ കൊടുക്കണ്ടേ? നിങ്ങളിപ്പോ ഈ കൊടിമരത്തിന്റെ ചോട്ടത്ത് കുറച്ച് കായല്ലേ കണ്ട് തങ്ങൾ പറഞ്ഞ മാതിരി. പിന്നെ നിങ്ങളോട് ചോദിക്കാതെ മറ്റൊരു ചോദ്യം. ഒരാള് ചൂഷണം നടത്താൻ തീരുമാനിച്ച് ഇറങ്ങുന്ന ഒരാളാണെങ്കിൽ ആ ആള് അദ്ദേഹത്തിന് കിട്ടുന്ന സ്വർണം ഇത് എനിക്ക് ഇന്നാൾ തന്ന സ്വർണ്ണമാണ്, ഞാൻ മജ്‌ലിസ് ഇറക്കിയപ്പോ എത്തിമക്കളെ കല്യാണം നടത്തിയപ്പോ ഇത്ര രൂപ ബാക്കിയുണ്ട് എന്ന് പറയൂ? പറ്റിക്കാൻ ഉദ്ദേശിച്ചാലല്ല ഇത് ചോറിലെത്തുന്നതൊന്ന് ആലോചിച്ച് നോക്കി. പറ്റിക്കാൻ ഉദ്ദേശിച്ചൊരു വ്യക്തി എനിക്ക് ഇത്ര പൈസ കിട്ടുന്നുണ്ട് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയണ ചങ്ങായി,
അപ്പൊ അദ്ദേഹം സുതാര്യനായതുകൊണ്ടല്ലേ ഇത് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ശൈലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അത് ഞങ്ങളെ കുറ്റല്ല. ഇനി തങ്ങൾ അഴിമതി നടത്തി അല്ലെങ്കിൽ ഇത്തരമൊക്കെ പൈസ പറ്റിച്ചു പറഞ്ഞിട്ട് തങ്ങൾക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ടോ? ഇതുവരെ വന്നിട്ടുണ്ടോ? ഇത് കേരളല്ലേ, കേരളത്തിൽ എന്താ ഒരു നിയമല്ലേ, പോലീസില്ലേ, ഇവിടെ ഒരു നിയമവ്യവസ്ഥ ഇല്ലേ? നിങ്ങൾ രണ്ടാൾക്കാർ യൂട്യൂബിൽ കയറി കാണാ പറഞ്ഞാൽ അതാ സത്യം ഒന്നും നിങ്ങൾക്ക് തോന്നുന്ന അങ്ങനെ വിശ്വസിക്കുന്ന ബാക്കിയാണ് രസം. കണക്കിന് രൂപയൊക്കെ ഇവന്റെ വരുമാനമായി പോയി. അപ്പം ഇവന്റെ ഹാലളായി പോയി, ഇവന്റെ പിരിവെട്ടി. ഉണ്ട് ഹാലളകി തങ്ങൾക്കല്ല, ഹാലളകിയത് നിങ്ങൾക്ക്. തങ്ങൾക്ക് ഹാലളകാന്ന് ഇതല്ലാതെ വേറെ ആരും പറയില്ല. ഹാലളകി അനക്കല്ല, ഈ നോളെ കൂടി ഇരുന്നിട്ട് ഈ ചില ചിലക്കണത് നോക്കിയിട്ട് ബാക്കി ഇവൻ മൊത്തത്തിൽ പോയി കിടക്കുക. പിന്നെ കൂടെ പുറത്ത് പോയത് അനക്കാണ്. അതുകൊണ്ടല്ലേ ഇത് പറഞ്ഞു അവിടെ പോയി ഇടിച്ചു പൊളിക്കണം, കൊല്ലണം, ചാണകം മുക്കിയടിക്കണം, പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞു വടിവാള് കൊണ്ടുവന്ന് പറയാത്ത ഭാഗ്യം പറയാൻ കിട്ടിയിട്ടാണ്. ഇത് അടി കൊടുക്കേണ്ട കേസ് തന്നെയാണ്. എടോ ഒരാൾ സുഖമായി ജീവിക്കുന്നതിന് എന്തിനു ഇത് അടി കൊടുക്കണേ? ഇതാണ് നമുക്ക് മനസ്സിലാക്കി. ഇവൻ എന്ത് പറയാൻ അടിക്കണം പഠിക്കണം, ശരിക്കും അന്നയാണ് കൊണ്ടുപോയി ചിന്തിക്കേണ്ടതാ. ഇതൊരു മാനസിക രോഗമാണ്. ഒരാൾക്ക് കുറച്ച് നിയമത്തല്ല കൊടുത്തു, അത് കണ്ടിട്ട് ഇത് കുരു പൊട്ടിയിട്ടെന്താ കാര്യം? തങ്ങൾ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് പൈസ പിടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാസിനോട് വിളിച്ച് പറഞ്ഞിട്ട് കൊടിമരത്തിന്റെ ചോട്ടിൽ പൈസ ഉണ്ടെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട്, അല്ലെങ്കിൽ നൂറെ ഹബീബ മജ്ലിസിനോടുള്ള സ്നേഹം കൊണ്ട് ആളുകൾ വരുന്നു ഇടുന്നു. പണം കൊടുത്തവർക്ക് പരാതിയില്ല, പണം സ്വീകരിക്കുന്ന ആളുകൾക്ക് പരാതിയില്ല. കണ്ടുന്ന കാക്കാക്കത്ത പ്രശ്നം എന്തിനാണ് ഈ കുരു പൊട്ടുന്നത്? എന്റെ കുട്ടിക്ക് അറിയില്ലട്ടാ. ഓൻ തട്ടിപ്പാ പറയുന്നുണ്ട്. എന്താ തട്ടിപ്പ് എന്ന് പറഞ്ഞ എന്തില്ല തങ്ങളെ വയസ്സ് അതും എനിക്കറിയില്ല. തട്ടിപ്പ് എന്താന്നുള്ളത് അതും കൂടി ഒന്ന് പറയണം കേട്ടോ. തട്ടിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു. പിന്നെ ഇനി നിങ്ങൾ പറയുന്ന തട്ടിപ്പ് നൂറെ ഹബീബ് തങ്ങളെ വീട്ടിൽ മാത്രമാണെങ്കിൽ അതും പറയണം. അങ്ങനെയുണ്ടല്ലോ, പറയുമ്പോ എല്ലാം പറയണ്ട കോയ മാണേ. അതുകൊണ്ടാ പറയുന്നത്. ഇനി നിങ്ങൾ ആരോപിക്കാൻ പോകുന്ന തട്ടിപ്പ് കേരളത്തിൽ എവിടെയൊക്കെ നടക്കുന്നുണ്ട് അവർക്കൊക്കെ എതിരെ ചെയ്യ്, എല്ലാവർക്കും എതിരെ ചെയ്യ്. അപ്പോഴല്ലേ അതിൻ്റെ അടുത്ത് ഹക്ക് ഉണ്ടാവുക. അല്ലാതെ ആരോ ഒരാൾ എന്തോ പറയുന്നു എന്നത് വെച്ചുകൊണ്ട് ഒരിക്കലും ഒരാളെയും കുറ്റപ്പെടുത്താൻ പാടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. 2 കോടി രൂപയ്ക്ക് യത്തീമക്കൾക്ക് വീട് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ എത്ര കോടി രൂപ ഇയാൾക്ക് വരുമാനം വരുന്നുണ്ടോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതാണ് പ്രശ്നം. എത്ര കോടി രൂപ തങ്ങൾക്ക് വരുമാനം വരുന്നുണ്ട്? എത്ര കോടി വന്നാലും അനക്കെന്താണാവേ? എനിക്കിതാണ് അറിയാത്തത്. തങ്ങൾക്ക് വരുമാനം വരുന്നതാണ് നിങ്ങളെ പ്രശ്നം. അതിന് തങ്ങൾ ടാക്സ് അടക്കില്ലേ? തങ്ങളെ വരുമാനത്തിനനുസരിച്ച് ടാക്സ് അടക്കണ്ടേ? അല്ലെങ്കിൽ ഇൻകം ടാക്സ് വരില്ലേ? വീട്ടിൽ വരില്ലേ? എത്ര കോടികള് ഇടപാട് ബാങ്ക് മുഖേനയോ അല്ലെങ്കിൽ ബാങ്ക് മുഖേന അല്ലാതെയോ നടന്നു കഴിഞ്ഞാല് ഇവിടെ നിയമക്കില്ലേ കുട്ടിയെ? കാക്കാന്റെ കുട്ടി ഇതിന് ബേജാറാകുന്നത്. ഇനി അടുത്ത പറയണ വൻ കോമഡി. ഇയാൾ എവിടെയാണ് ഒരാൾക്ക് വീട് വെച്ച് കൊടുത്തതിന്റെ ഒരു വീഡിയോ ഇത് ഇയാൾ കല്യാണം കഴിച്ചു വിട്ടെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ വീഡിയോ കാണിച്ച. അപ്പം അവിടെ നിൽക്ക്. ഇയാള് എവിടെയാണ് ഒരു വീട് വെച്ചത്? ഇത് കണ്ടിട്ടില്ല. ഇയാൾ ഏത് കുട്ടിനെയാണ് കെട്ടിച്ചത്? എന്നോട് കല്യാണം പറഞ്ഞിട്ടില്ല. അതൊക്കെയാണ് ഒരു പ്രശ്നം. എടാ നോളെ കരിന്നോളെ, യൂട്യൂബ് തുറക്കുക. യൂട്യൂബ് തുറന്നിട്ട് വെറുതെ നൂറെ ഹബീബെ സമൂഹ വിവാഹം സെർച്ച് ചെയ്ത് നോക്ക്. എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റും. ഏതായാലും ഇതിന്റെ വെബ്സൈറ്റ് എടുത്ത് കൂടിയിരിക്കല്ലേ, ഇതും കൂടി ഒന്ന് നോക്കിട്ടാ. ഇതൊക്കെ ഒരാളോട് പറയാൻ പറ്റുന്ന ചങ്ങായി. കഴിഞ്ഞ 7ാമത് സമൂഹ വിവാഹം തോന്നുന്നു, ഓർമ്മ ശരിയാണ്. കഴിഞ്ഞ സമൂഹ വിവാഹം നടന്നത് 7ാമത് സമൂഹ വിവാഹം. അതിന്റെ അർത്ഥം 7ാമത് പറയുമ്പോ അതിന് മുമ്പ് 6 നടന്നു എന്നല്ലേ? ഇതൊന്നും നീ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇതുകൂടെ ഇങ്ങനെ ചാടി കയറി ഒട്ടിച്ചിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ തങ്ങളെപ്പോഴും പറയുന്നത് മാതിരി നീ വാ വന്ന് നൂറെ ഹബീബ് തങ്ങളെ കാണും. അതല്ലെങ്കിൽ നൂറെ ഹബീബ് തങ്ങൾ നാട്ടിൽ വന്ന് അന്വേഷിക്കണോ? ഈ കല്യാണം നടന്ന അതിന്റെ ഗുണഭോക്താക്കൾ ഉണ്ടല്ലോ, ഈ കുട്ടികളെ രക്ഷിതാക്കള്, അവര് ഒരു വോയിസ് ഉണ്ട്. അത് ഞാൻ വോയിസ് അല്ല, ഒരു വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വെച്ചാൽ കേട്ടോ, അതും കൂടി ഒന്ന് കണ്ടോണ്ട്. എന്താ നിങ്ങൾക്ക് കിട്ടിയ ഉപകാരം? കല്യാണം, നിങ്ങളെ മകളെ കല്യാണം നടന്ന് ഇപ്പൊ കായ് തന്നിട്ടാണ് 2 ആൾക്കാർ സൈക്കിൾ വാങ്ങിയത്. ഞങ്ങളുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് തങ്ങൾപ്പാപ്പ ഞങ്ങൾക്ക് മാസം കായ് തന്നിട്ടാണ്. ഇപ്പൊ നോമ്പാണ് ഈ വന്നിട്ടുള്ളത്. ഡ്രസ്സ് എടുക്കാനും ചെലവിനുള്ള പൈസ ഒക്കെ വാങ്ങുന്നത്. അല്ല തങ്ങൾപ്പാപ്പ മക്കളെ കാട്ടിയിട്ടൊന്നും കായ് വാങ്ങുന്നില്ല. അതൊക്കെ ജനങ്ങൾ വെറുതെ പറയും. അങ്ങനെ ഇരുന്ന് കരയേണ്ടി വരും.
ഞങ്ങള് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ കല്യാണം നടത്തിയിട്ടില്ല, ഞങ്ങള് സ്ഥലം വാങ്ങിയിട്ടില്ല, എത്തിമക്കൾക്ക് വീട് വെച്ചു കൊടുത്തിട്ടില്ല, അതൊക്കെ പറഞ്ഞ കരഞ്ഞ കാക്കാന്റെ കുട്ടി ഇപ്പൊ അവസാനം ഇപ്പൊ അതേ ഉണ്ടാവുള്ളൂ. ആ കരഞ്ഞേ വാക്കിട്ടു. കണ്ടം വഴി അടിച്ചു ഓടിക്കണം. ആ പറമ്പിൽ കൂടെ അതാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത. എന്ത് പറഞ്ഞാലും തല്ലണം, അടിച്ചു കൊടുക്കണം. എടാ എനിക്ക് അത്രക്ക് ആണത്തുണ്ടെങ്കിൽ അത്രക്ക് അടിക്കാൻ മുട്ടി നിൽക്കുന്ന ആളെങ്കിൽ ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ്. അതിനോട് ഇത്ര ആവേശത്തിലെ പറയാൻ കാരണം എന്തായിരുന്നു? സയ്യിദ് അഹമ്മദ് ആറ്റുകോയ തങ്ങളെന്ന് വിളിക്കുന്ന തല്ലണം പറഞ്ഞു. ഞാൻ തങ്ങളെ കണ്ട കാലം മുതൽ തങ്ങളെന്ന് വിളിക്കുന്നു. ഏകദേശം ഒരു 25-30 കൊല്ലത്തെ പരിചയമുണ്ട് ഞാനും തങ്ങൾ തമ്മിൽ. ഇപ്പോ ഞാൻ ഇടയ്ക്ക് തങ്ങളെ വീട്ടിൽ പോകാറുണ്ട്, തങ്ങളായിട്ട് നല്ല സൗഹൃദത്തിലാണ്. മേലെ കൊടുക്കാട് വരാറുണ്ട്, അവിടെ നടക്കുന്ന മജ്‌ലിസിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോഴൊക്കെ തങ്ങളെന്ന് വിളിക്കരുത്. തങ്ങളെന്ന് വിളിച്ചവൻ ആരാന്ന് അന്വേഷിച്ചിറക്കുന്നു. പറമ്പിൽ കൂടെ അടിച്ചു ഓടിക്കണവരെ അവിടെ ആളില്ലാണ്ട് അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ആളില്ല, ഇവിടെ ആളില്ല, ഞങ്ങൾ രണ്ടാമത് കേട്ടാ. എന്തായാലും ഈ എന്താണ് മടവൂർ മടവൂരല്ല, കൊടുവായൂരാ. മടവൂര് ഏതാ പതി? എന്താ പുള്ളിയുടെ പേര്? ഹൈദർ മധൂർ. ഹൈദർ മധൂർ. ഞാന് ചികിത്സ ആരാ പഠിച്ചോന? ഹൈദർ മധൂർ, ഹൈദർ മധൂർ, കാല ഹൈദർ മധൂർ. നിനക്കത് പറഞ്ഞിട്ടാലും കേൾക്കും. ഹൈദർ മധൂർ സംഭവമാണ്. തങ്ങൾ പറഞ്ഞിട്ടുണ്ട് 7 ലക്ഷം വാങ്ങിയത്. ഈ മുസ്താഖ് കണ്ണൂർ പറഞ്ഞൊരു പാവപ്പെട്ട ഒരു ബ്ലോഗറുണ്ട്. അദ്ദേഹം കുറെ മുമ്പേ, അതായത് 1 വർഷം മുമ്പ് തന്നെ അദ്ദേഹം തങ്ങൾ പറഞ്ഞ കാര്യം അദ്ദേഹം പുറത്തു വിട്ടിട്ടുണ്ട്. മുസ്താഖ് കണ്ണൂരിന്റെ പേരൊന്ന് വെറുതെ സന്ദർശിച്ചു കേട്ടാ. ഇല്ലെങ്കിൽ എന്റെ കയ്യിലുണ്ടാവും വീഡിയോ. അടുത്ത വീഡിയോയിലായിട്ട് കാണിച്ചു തരാം. ഞാന് ചികിത്സ അങ്ങനെയുള്ള സംഭവമൊന്നും എന്റെ കയ്യിലൊന്നും ഇല്ല. എനിക്ക് ഒരുപാട് കറാമത്തുകളുണ്ട്. അതുകൊണ്ട് ആൾക്കാർക്ക് ഉപ്പാപ്പാട്. ഇനി ഇപ്പൊ ചർച്ച ഡയലോഗ് ഉണ്ടല്ലോ, എനിക്ക് ഒരുപാട് കറാമത്തുകളുണ്ട്, അത് തങ്ങൾ ഇവിടെ പറഞ്ഞെന്ന് കേൾപ്പിച്ചിരുന്നു. അങ്ങനെ തങ്ങള് അല്ലെങ്കിൽ തങ്ങളെ കൂടെ ആളുകൾ, അതല്ലെങ്കിൽ നിങ്ങളൊക്കെ പറയില്ലേ വെള്ളിയിട്ട ശിങ്കിടികള്, ഇവരാരെങ്കിലും തങ്ങൾക്ക് കറാമത്തുണ്ട് എന്ന് പറയണ ഒരു വീഡിയോ കാണിച്ച രണ്ടത്തെ ഉപ്പാപ്പമാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതാണെന്നാ പറഞ്ഞത്. വീഡിയോ ചെയ്യേണ്ട നോക്കുമ്പോ ഇതേപോലെ ഒരു വീഡിയോ ഇട്ട് വരും. സത്യമാണ് പറഞ്ഞത്. വീഡിയോ ചെയ്യണ്ടെന്ന് കേട്ടിങ്ങനെ നിൽക്കേ. അപ്പൊ ഇങ്ങനത്തെ ഓരോ ഊളകള്, ഓരോ നോളകളെയും കൂട്ടി ഇങ്ങനത്തെ ഒരു വീഡിയോ വരും. പിന്നെന്താ പറയാതിരിക്കാൻ പറ്റും? ഇനി ചിന്തിച്ചു നോക്കുക, ഈ പറയുന്ന സയ്യിദ് ഹമീദ് ആറ്റുകോയ തന്നെ നടത്തിയ ചൂഷണം എന്താണ്? കിണറിന്റെ അടിയിൽ അല്ലെങ്കിൽ ആ കൊടിമരത്തിന് ചുറ്റും കെട്ടിയ ആ കെട്ടിൽ പൈസ ഇട്ടത് വലിയ തെറ്റാ? അങ്ങനത്തെ തെറ്റാണെങ്കിൽ ഈ തെറ്റുകളൊക്കെ നിങ്ങൾ തിരുത്തിയിട്ട് വരണം. അജ്മീർ, അതുപോലെ തന്നെ ഉള്ളാളം, മഹാമാരിയുടെ മക്കുപറയാണ്. ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല, പറയുമ്പോ എല്ലാം പറയണം. അതുകൊണ്ട് മാത്രം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.